എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തൊട്ടടുത്തുള്ള കൊടകര സഹൃദയ മാനേജ്മെൻറ്റ് സ്റ്റഡീസിലെ അവസാന വർഷ MBA വിദ്യാർത്ഥികൾ അവരുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം പോർട്ടിലേക്ക് ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെയാണ് വിനോദയാത്രയ്ക്ക് അവർ പോകുന്നത്. ഇന്ന് പുലർച്ചെ 3:30 കൂടിയിട്ട് തിരുവനന്തപുരത്ത് കല്ലമ്പലത്തിനടുത്ത് നാവായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടു. ബസ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് മറിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ താൽക്കാലിക മതിൽ പൊളിച്ച് വീടിൻ്റെ മുന്നിലേക്ക് മറിയുകയായിരുന്നു. പ്രദേശവാസികളും മറ്റുള്ളവരും ചേർന്നാണ് ബസ് വെട്ടിപ്പൊളിച്ച് വിദ്യാർത്ഥികളെയും അധ്യാപകരെയൊക്കെ പുറത്തെടുത്ത് കൊല്ലത്തുള്ള ട്രാവൻകൂർ മെഡിസിറ്റി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചത് ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഉറക്കത്തിലായിരുന്നു, ഉറക്കച്ചടവുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബസ് മറിഞ്ഞതെന്ന് ആണ് ഇപ്പോൾ പറയുന്നത്. ഈ പ്രദേശത്ത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡീവിയേഷന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർക്ക് പറ്റിയ പാളിച്ചയാണോ അതോ വേറെ ഏതെങ്കിലും സംഭവങ്ങളാണോ? ഇപ്പോൾ പൊതുവെ പറയുന്നത് ഡ്രൈവർ ഉറക്കച്ചടവിൽ വണ്ടി ഓടിച്ചതാണ്, ഡ്രൈവർ ഉറങ്ങിപ്പോയി, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളതെന്നാണ്. 43 വിദ്യാർത്ഥികൾ ഈ ബസ്സിലുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് ഇപ്പോൾ ശസ്ത്രക്രിയ ആവശ്യമാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അധ്യാപകനായിട്ടുള്ള നോയൽ എന്ന് പറയുന്ന സാറിനും അതുപോലെ തന്നെ വിദ്യാർത്ഥിയായിട്ടുള്ള ക്രിസ്റ്റഫർ എന്ന് പറയുന്ന MBA വിദ്യാർത്ഥിക്കുമാണ് ഇപ്പോൾ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൊല്ലത്തുള്ള ട്രാവൻകൂർ മെഡിസിറ്റി എന്ന ആശുപത്രിയിലേക്കാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഫാദർ ജിനോ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നും തന്നെ വേറെ പ്രശ്നങ്ങളില്ല എന്നാണ് ഫാദർ ജിനോയിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ 2 പേർക്ക് ഉടൻ തന്നെ ശസ്ത്രക്രിയ മറ്റ് സംവിധാനങ്ങൾ ആരംഭിക്കും. അപകടത്തെ തുടർന്ന് ഈ 2 പേരുടെയും, ഈ നോയൽ എന്ന് പറയുന്ന അധ്യാപകൻ്റെയും ക്രിസ്റ്റഫർ എന്ന് പറയുന്ന MBA വിദ്യാർത്ഥിയുടെയും തുടകളിലേക്ക് കമ്പി കുത്തിക്കയറിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഇനി വരാതെ അത് സ്റ്റിച്ചിട്ടതിന് ശേഷമാണ് ശസ്ത്രക്രിയ നടത്താൻ സാധിക്കൂ. അപ്പോൾ ശസ്ത്രക്രിയ പൂർത്തിയായതിനു ശേഷമാണ് ഇനിയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഫാദർ ജിനോയിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അച്ഛൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഒരു 3 മണിയോട് കൂടിയിട്ടാണ് അച്ഛൻ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. പലപ്പോഴും നമുക്കറിയാം, ഈ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ ഈ രാത്രി കാലങ്ങളിൽ, പുലർകാലങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഒരു സ്ഥിരമായിട്ട് മാറാറുണ്ട്. അത് പ്രധാനമായിട്ടും ഉറക്കച്ചടവുണ്ടാവും. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിന് ശേഷം നമ്മുടെയൊക്കെ ആരോഗ്യസ്ഥിതിയിൽ വന്നേക്കുന്ന ഒരു മാറ്റം അതാരും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. നമുക്ക് കൊറോണയ്ക്ക് മുൻപ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ സംവിധാനങ്ങളല്ല നമ്മുടെ ശരീരത്തിന് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാത്രികാലമുള്ള പുലർക്കാലങ്ങളുള്ള ഈ ഡ്രൈവിംഗ് പലപ്പോഴും അപകടം വിളിച്ചു വരുത്തുന്നുള്ള ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. എന്തായിരുന്നാലും അപകടത്തെ തുടർന്ന് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ രൂപതയുടെ ഭാഗത്തുനിന്ന് ഫാദർ ജിനോ അച്ഛനടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ മീഡിയ ചാനലൊക്കെ കാണുന്ന പോലെ തന്നെ അത്രയും ഒരു ഗുരുതരമായിട്ടൊരു അവസ്ഥ ഇപ്പോൾ അവിടെ ഇല്ല. അച്ഛൻ അങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്. നമ്മളധികം ഒരു ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല. എന്തായാലും വേറെ ഗുരുതരമായിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാതെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം ബസ് മറിയുകയായിരുന്നു. നന്ദി, നമസ്കാരം.